സമർപ്പിച്ച് പാടിയാട്ടെ. എല്ലാവരും ദൈവകരങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പാടിയാട്ടെ. യേശു 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 യേശുവായിലും വലിയ ആ വലിയ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടിയാട്ടെ. ആ വലിയ ദൈവത്തെ കണ്ടുകൊണ്ട് പാടിയാട്ടെ. യേശു ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയായ, അനന്യനായ ആ വലിയ ദൈവത്തിന്റെ മുഖം കണ്ട്, ആ വലിയ ദൈവത്തിന്റെ മുഖം കണ്ട് എല്ലാവരും ആത്മസമർപ്പണത്തോടെ ദൈവത്തിന് സമർപ്പിച്ച് പാടിയാട്ടെ. ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. യേശു ഹല്ലേലൂയ. വീണ്ടും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ച നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു ദൈവവചന ചിന്തയിലേക്ക് പോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ എന്തോ ആയിത്തീരും? നീതിമാന്മാരായിത്തീരും. ഇന്ന് പകലിലും ഈ പ്രാർത്ഥനയിൽ കർത്താവിന് കുറച്ച് നീതിമാന്മാരെ ആവശ്യമുണ്ട്. ദൈവരാജ്യത്തെ കൊണ്ടുവന്ന് സ്ഥാപിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, സാത്താൻ്റെ ലോകത്തോട് കൈയെടുക്ക് പിശാചേ എന്ന് പറയാൻ ദൈവിക അധികാരത്തെ തിരിച്ചറിഞ്ഞ കുറച്ച് നീതിമാന്മാരെ ഈ തലമുറയിൽ എൻ്റെ കർത്താവിന് വേണം. ഒരു അന്ത്യകാല ഉണർവിൻ്റെ വക്കിലാണ് നാം നിൽക്കുന്നത്. പിശാച് എപ്പോഴും ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം, കാൽവറി ക്രൂശിൽ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. സാത്താൻ്റെ ലോകത്ത് ചെന്ന് അവൻ്റെ ആയുധം മൊത്തം പിടിച്ചും വാങ്ങി നിരായുധനാക്കി അവനെ നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവൻ്റെ കയ്യിലുള്ള, ഞാനിത് വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവൻ്റെ കയ്യിൽ ആകെ ലഭിച്ചിരിക്കുന്നത് കുറച്ച് തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് അവൻ്റെ തന്ത്രങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. അവൻ നിങ്ങളെ വിട്ട് എങ്ങനെ പോകും? പെതുക്കെ നടന്നു പോകുന്നു. നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
നമ്മുടെ ചെവിയിൽ എപ്പോഴും പിശാച് നാം എന്തോ ആണോ അതല്ലെന്ന് പറയും. നാം എന്തോ ആണോ അതല്ലെന്ന് പറയും. നാം എവിടെ ആണോ അത് അവിടെ അല്ലെന്ന് പറയും. ബൈബിള് പറയുന്നു നാം നീതിമാന്മാരാണെന്ന്. പിശാച് ചെവി പറയും അല്ല, നിങ്ങൾ കുറ്റക്കാരാണ്. ബൈബിൾ പറയുന്നു നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നാം പറയും നമ്മൾ പ്രശ്നത്തിലിരിക്കുന്നു. സ്തോത്രം. ഈ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസിൻ്റെ ഭാഷ സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമായിരുന്നു. സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷകന്മാർ യേശു ക്രൂശിൽ ഭയങ്കര നിലവിളിച്ച് കരഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു. യേശുവിൻ്റെ ക്രൂശിൽ യേശു തന്നെ ഉള്ളായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു. സ്തോത്രം. യേശുവിൻ്റെ ക്രൂശിൽ അവരെഴുതിയത് വെച്ച് വായിച്ച് നോക്കിയാൽ, ഈ സുവിശേഷകന്മാരുടെ ഉയർപ്പിന് മുമ്പുള്ള യേശുവിൻ്റെ ക്രൂശീകരണം വായിച്ച് നോക്കിയാൽ യേശു തോറ്റതുപോലെ തോന്നും. യേശു തോറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, തോറ്റതുപോലെ തോന്നും. അതേ സ്ഥാനത്ത് പൗലോസിൻ്റെ രംഗപ്രവേശനത്തോടുകൂടി ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ തുടങ്ങി. ഇതിൻ്റെ സത്യാവസ്ഥ താനാണ് കൊണ്ടുവരുന്നത്. താൻ പറയുകയാണ് ക്രൂശേൽ യേശു മാത്രം അല്ലായിരുന്നു, ക്രൂശേൽ മാനവകുലം മൊത്തം ഉണ്ടായിരുന്നു. മത്തായും യോഹന്നാൻ വരെയുള്ള ഗ്രൂപ്പ് പറഞ്ഞു യേശു തന്നെ അലറിയെന്ന്. ഈ പൗലോസ് പറഞ്ഞ അല്ല, മൊത്തം മാനവകുലത്തെ ക്രൂശിലിട്ടിരുന്നു. മത്തായി അവരെല്ലാം പറഞ്ഞു യേശു ഏലി ഏലി ലമാ ശബത്താനി എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടെന്ന്. പൗലോസ് പറഞ്ഞു അല്ല, സാത്താൻ്റെ ലോകത്ത് പോയി ആയുധവർഗം വെപ്പിക്കുമായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഇത് വെളിപ്പാടിൻ്റെ ലോകത്തേക്ക് കയറിയവന് മനസ്സിലായി ഇത് ക്രൂശ് ഒരു പരാജയമല്ലായിരുന്നു, ചിലരെ നീതിയിലേക്ക് തിരിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എൻ്റെ പ്രിയരെ, നീതിക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ സ്ഥിരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ വാ തുറന്നാൽ കള്ളേ പറയത്തുള്ളൂ. സ്ഥിരം കള്ളം പറയുക. ആ ആളോട് ഞാനൊരു കള്ളം പറഞ്ഞ് അദ്ദേഹത്തെ പറ്റിച്ചാൽ അദ്ദേഹം ചൂടാവും. എന്താ സ്ഥിരം കള്ളം പറഞ്ഞു ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ ചെന്നാൽ സമ്മതിക്കത്തില്ല. കാര്യം എല്ലാം ഈ മീനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് കരയ്ക്കോട്ടിട്ട് കിടന്ന് പിടയ്ക്കുന്ന കാണാം. അത് സന്തോഷം കൂടിയിട്ടല്ല, പ്രാണവായുവിന് വേണ്ടിയുള്ള മരണവെപ്രാളമാണ്. ഇതുപോലെ മനുഷ്യകുലത്തിന് മൊത്തം നീതിക്ക് വേണ്ടി ഒരു കരച്ചിലുണ്ട്. സങ്കീർത്തനങ്ങൾ 118-19 വാക്യം, 1-2 വാക്യങ്ങൾ എടുത്തിട്ട് നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. സങ്കീർത്തനങ്ങൾ 118-19 വാക്യം. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. എന്ന് വെച്ചാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നീതിയുടെ വാതിലുകൾ എനിക്ക് മുന്നിൽ അടയപ്പെട്ടു. 2, അടയപ്പെട്ട വാതിൽ എനിക്ക് തുറക്കാൻ പറ്റത്തില്ല. അടയപ്പെട്ട വാതിൽ മറ്റാരോ തുറന്നു തരണം. ദൈവമേ, പുതിയ നിയമത്തിലെ ഏറ്റവും കാതലായ ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിയുടെ വാതിലുകൾ ഒന്ന് തുറന്നു തരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് തുറക്കാൻ പറ്റത്തില്ല. അടുത്ത വാചകം, അതിലൂടെ കയറി പുള്ളിക്കൊന്ന് ആരാധിക്കണമെന്നുണ്ട്, ഒരു സ്തോത്രം പറയണമെന്നുണ്ട്. ഇതിലൂടെ കയറി പ്രവേശിച്ച് സ്തുതി അർപ്പിച്ചാൽ അതിനകത്തൊരു ജയമുണ്ടെന്ന് സങ്കീർത്തനക്കാരന് മനസ്സിലായി. ഈ വാതിൽ എവിടാണ് അടയപ്പെട്ടത്? ഈ വാതിൽ എവിടാണ് അടയപ്പെട്ടത്? ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വ ദമ്പതിമാരെ ദൈവം ആക്കി വെച്ചു. 6 ദിവസം കൊണ്ട് മൊത്തം ദൈവം പൂർത്തീകരിച്ചു, എല്ലാം പൂർത്തീകരിച്ചു. നിവർത്തിയാക്കി വെച്ചിട്ടാണ് ആദാമിനെ കയറ്റി നിർത്തിയത്. നിങ്ങൾക്കറിയാമോ, എല്ലാം പൂർത്തീകരിച്ചതിനകത്താണ് ആദാം സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതിനകത്ത് റിസ്കുകളൊന്നുമില്ല. സ്തോത്രം. ക്രിസ്തീയ ജീവിതം റിസ്ക് അല്ല. ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നതല്ല. നിങ്ങൾക്കറിയാമോ, ജയം അറിഞ്ഞിട്ട് കളിക്ക് വന്നവരാ നാമോ. ജയിട്ടവരുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ആ വലിയൊരു മൃഗം പോകുന്നു, ചെവിയൊക്കെ വലുതാണ്, അതിനെ നോക്കി ആനയെന്ന് വിളിക്കണം. അപ്പുറത്തെ സൈഡിൽ പോകുന്നു, കാളയെന്ന് വിളിക്കണം, പുലിയെന്ന് വിളിക്കണം, സിംഹം എന്ന് വിളിക്കണം. ഇതൊരു റിസ്ക് അല്ലായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായില്ല. ലക്ഷക്കണക്കിന് കാര്യങ്ങൾക്ക് പേരിടണം. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു റിസ്ക് അല്ലായിരുന്നു.
അതെന്താ റിസ്ക് അല്ലാഞ്ഞത്? നിവൃത്തിയാക്കിയ കാര്യത്തിലാണ് ഈ മനുഷ്യനെ ദൈവം കയറ്റി നിർത്തിയേക്കുന്നത്. ഒന്നുകൂടെ പറയാം, പൂർത്തീകരിച്ച കാര്യത്തിലാണ് ദൈവം അവനെ നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഹാർഡെന്ന് തോന്നിയ കാര്യം ഇതൊരു റിസ്ക് അല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പാപം കയറി. പാപം ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദൈവം ഒരു കാര്യം ചെയ്തു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുതെന്ന് ഓർഡർ. ആദാം ഹവ്വ ഇവർ രണ്ടുപേരും അതും കഴിച്ചു. ദൈവം പെട്ടെന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാതെ അതിനകത്തൊന്ന് ഓടിച്ചു വിട്ടു. ഞാനിങ്ങനെ വിചാരിക്കുക, ഇവർക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാൻ ഒരു അനുവാദം കൊടുത്തായിരുന്നെങ്കിൽ ഇതുപോലൊരു ഗതികേട് ലോകത്തുണ്ടാകത്തില്ല. നിങ്ങൾക്കറിയാം, ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മരണം അവനെ വിട്ടു പോവുകയാണ്. ഉദാഹരണത്തിന്, ക്യാൻസറായ ഒരു രോഗി, പാപം കയറിയപ്പോൾ എന്തോ വന്നു, രോഗവും കയറും. ക്യാൻസറായ ഒരു രോഗി മരിക്കുന്നില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഇതുപോലൊരു ഗതികേടുണ്ടോ? ആരും മരിക്കുന്നില്ല. ദൈവം അത് അനുവദിക്കാതെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് നല്ല രസമുണ്ട് ഉറങ്ങാനല്ലേ. ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട ഇവർ തിരിച്ച് കയറാതിരിക്കാൻ കെരൂബുകളെ കാവൽ നിർത്തി. സങ്കീർത്തനക്കാരന് മനസ്സിലായി ഈ വാതിൽ അടയപ്പെട്ടിരിക്കുകയാണ്. ഒരു പ്രാർത്ഥന, കർത്താവേ നീതിയുടെ വാതിലൊന്ന് തുറന്നു തരണേ, ഈ വാതിലൊന്ന് തുറന്നു തരണേ. എനിക്ക് അതിനകത്തൂടെ വന്നൊരു സ്തോത്രം പറയാൻ താല്പര്യമുണ്ട്. ഈ പ്രാർത്ഥന ഫലിച്ചില്ല. പ്രാർത്ഥിച്ചു. ബൈബിളിലെ ഏറ്റവും വിശേഷപ്പെട്ട ജാതി ഏതാണെന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെ ഏലിയാവല്ല, ഏലിശയല്ല, ഏതെങ്കിലും ചരിത്ര പുരുഷന്മാർ നമുക്ക് അവരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളും. പക്ഷേ അവരല്ല. എൻ്റെ അഭിപ്രായത്തിൽ അവർ നമ്മുടെ കാര്യം കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളും. മനസ്സിലായില്ല. കാര്യം ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. ചെവിയിൽ പിശാച് നിങ്ങളോട് ഇപ്പോഴും നിങ്ങൾ കുറ്റക്കാരാണെന്നുള്ള ആ ലേബലിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇന്ന് ഈ പകലിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ കാര്യം കേൾക്കണം. ഈ കാര്യം നമ്മൾ പ്രാക്ടിക്കലാക്കാൻ പോവുകയാണ്. ഇത് നീതിമാൻ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ദൈവം തെളിയിക്കും. ഹല്ലേലൂയ. ദൈവം തെളിയിക്കും. ഓക്കെ, ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് നീതിമാന്മാരെ ദൈവത്തിന് കാണാൻ പറ്റുന്നില്ല. ആളുകൾ പലരും വന്നു, പലരും കയറിപ്പോയി നടക്കുന്നില്ല. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിനകത്ത് നീതിമാന്മാരായിട്ടുള്ളവരെല്ലാം ഒന്ന് കൈവൃത്തിയാട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാണ്. സ്തോത്രം. ചിലർ കൈവൃത്തിയില്ല, എനിക്കറിയത്തില്ല എന്താണ്. ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ബൈബിള് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. ആരുമില്ലെന്ന്. ആരുമില്ലായിരുന്നു. ഇത് പഴയ നിയമത്തിലെ ഒരു വാക്യം പൗലോസ് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലൊരു വാക്യം. പഴയ നിയമത്തിൽ നീതിമാനെ കാണാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. അവസാനം അവരാകാൻ ശ്രമിച്ച് നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ആരുമില്ലെന്ന്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ചെയ്യുന്ന നീതിപ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പിൽ യെശയ്യാവ് പറയുന്നത് കറ പുരണ്ട തുണി പോലിരിക്കും. ഞാനൊരു നീതിപ്രവൃത്തി ദൈവത്തിൻ്റെ മുന്നിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആശ്രയിച്ചാൽ ആ പ്രവൃത്തി ദൈവം മുമ്പാകെ കറ പുരണ്ട തുണി പോലാണ്. മതം കൂട്ടി കാട്ടുന്ന എല്ലാ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മുന്നിൽ കറ പുരണ്ട തുണി പോലാണ്. ഇതൊന്നും ദൈവസന്നിധിയിൽ വിജയിക്കുന്നില്ല. മനുഷ്യൻ നിസ്സഹായതയോട് സ്വർഗത്തോട് നോക്കി നിൽക്കുകയാണ്. സ്തോത്രം. ആ സമയത്താണ് ദൈവം വേഷത്തിൽ മനുഷ്യനായിട്ട് ഭൂമിയിലോട്ട് വരുന്നു. ഒരൊറ്റ ഉദ്ദേശം. കർത്താവിൻ്റെ ആദ്യത്തെ വരവിൽ ഒറ്റ ഉദ്ദേശം, പാപികളെ തിരക്കിയാണ് വരുന്നത്. പാപികളെ മാത്രം തിരക്കി. ഇനി യേശു ഒന്നുകൂടെ വരും. അത് പാപികളെ തിരക്കിയല്ല, അവന് നീതിമാന്മാരെ ആവശ്യമുണ്ട്.
അടുത്ത വരവിൽ അവന് പാപികളെ അല്ല ആവശ്യം, അടുത്ത വരവിൽ അവന് കുറെ നീതിമാന്മാരെ ആവശ്യമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്ന പ്രിയരെ? അകത്ത് ഒരു നീതിബോധം ഇന്നിടണം. റോമാലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. പണ്ട് നീതിമാന്മാരില്ലായിരുന്നു. അടുത്തത്, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. കേട്ടോണം, ഇത് എഴുതിയ പൗലോസിന് ഇതിന് ഭയങ്കര വിരോധമായിരുന്നു. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ല. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി ഉരുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കല്ല. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി മല കയറി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കല്ല. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി മെഴുകുതിരി കത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കല്ല. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്നവർക്ക്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇപ്പോഴുള്ള ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്നവർക്ക്. 25-ാമത്തെ വാക്യോട് വായിച്ചാട്ടെ. 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ എങ്ങനെ നിർത്തിയിരിക്കുന്നു? പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശുവിനെ എവിടെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വച്ചേക്കുമല്ല. ഏത് മഹാപാപിക്കും 24 മണിക്കൂറും അവൈലബിൾ ആയിട്ട്. അവൻ ഇരിക്കുന്ന സ്ഥലം വിഷയമല്ല, അവൻ ചെയ്തു കൂട്ടിയ പാപം വിഷയമല്ല. ഏത് മഹാപാപിക്കും കണ്ണു അടച്ച് വിശ്വസിക്കാൻ തയ്യാറായാൽ സ്വർഗം അവനെ നീതിമാനായി പ്രഖ്യാപിക്കും. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് നീതിയുടെ വചനത്തിൽ. എബ്രായർ 5-ാമത്തെ അധ്യായം എടുത്താട്ടെ. എബ്രായർ 5-ന്റെ 12-13 വാക്യങ്ങൾ. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതാണ്. കേട്ടോണം, പൗലോസ് പറയുകയാണ് നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരെന്താണ്? പാല് കുടിക്കുന്നവരാണ്, ശിശുവാണ്. എന്നെ പറയാം, ഞാനിത് സ്ലോയി പറയുന്നതിലും എനിക്കറിയാം ഇതിൻ്റെ അവസാനം ഞാൻ കർത്താവിനോട് ഞാൻ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ സത്യം എടുത്തുകൊണ്ട് വരുന്നത്. ഇത് പറഞ്ഞിട്ട് ഇത് പറയിപ്പിച്ചവൻ ഇറങ്ങണമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇളക്കാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ കർത്താവിനോട് അങ്ങനെ വാശി പിടിക്കുന്ന ആളെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഇതിനകത്ത് ഇളകത്തക്ക രീതിയിൽ എന്നോട് കർത്താവ് പറഞ്ഞ പാസ്റ്റർ ഞാൻ പറയാം. ഈ യോഗം വൈകിട്ട് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ ഗവൺമെൻറ് ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. ഈ രാജ്യം വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു മേജർ കേസിനെ ഇതിനകത്ത് ഇവിടെ വെച്ച് തൊടുമെന്ന് കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞു. ഒരാൾക്കും തൊടാൻ പറ്റാത്ത കേസുകൾ ഇവിടെ വെച്ച് തൊടും. ഞാനത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്തോത്രം. നീതിയുടെ വചനത്തിൽ എന്തുവാണ് അവർ? ശിശുക്കൾ. നിങ്ങൾക്കറിയാമോ കൊരിന്ത്യ ലേഖനത്തിൽ ശിശുക്കളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഈ ശിശുവായുള്ള കുഴപ്പം കൊരിന്ത്യ ലേഖനത്തിൽ ശിശുക്കളെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. 3-ന്റെ 1-ാമത്തെ വാക്യം. കേട്ടോണം, എനിക്ക് നിങ്ങളോട് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ. കേട്ടോണം, ക്രിസ്തുവിൽ. നിങ്ങൾ കേട്ടോണേ ആ വാക്യത്തിനകത്തൊരു വലിയ അർത്ഥം കിടപ്പുണ്ട്. നിങ്ങളോട് എനിക്ക് ജഡീകരോടെന്ന പോലെ, എന്നിട്ട് ഒരു കോമ ഇട്ടിട്ട് പറയുകയാണ്, ജഡീക എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ക്രിസ്തുവിൽ ശിശുക്കളോടെന്ന പോലെ പറയാനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ ആ വാക്യത്തിൻ്റെ അർത്ഥത്തിൽ ഞാൻ പറയാം, ആത്മീയ ശൈശവത്വം ജഡീകത്വമാണ്. ആത്മീയ ശിശു ജഡീകന് തുല്യമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം, ആത്മീയ ശിശു ജഡീകന് തുല്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ശിശു ആണോന്ന് എങ്ങനെ അറിയാം?
ഇപ്പോൾ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന കണ്ടാൽ ശിശു ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാസ്റ്റേക്കാളും നല്ലവണ്ണം അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ പറ്റും. ഇതുകൊണ്ടൊന്നും ശിശുവിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ശിശു ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറഞ്ഞുതരാം. ശിശു ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ശിശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തുവാ? പാല് കുടിക്കുന്നത് എന്ന് വെച്ചാൽ ദഹിക്കത്തില്ല. കട്ടിയായത് ചെന്നാൽ സംഭവം ഏക്കത്തില്ല, ഛർദിക്ക് വോമിറ്റ് ചെയ്യും. സ്തോത്രം. എനിക്കറിയത്തില്ല ഇതെന്തോനാ ഈ ഉച്ചയ്ക്ക് ഈ കട്ടിയും കൊണ്ട് വരുന്നത്. ശിശുവിന് അടുത്തത് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഥ കേൾക്കാനാണ്. ഒരിടത്തൊരിടത്ത് ഒരു ദാവീദുണ്ടായിരുന്നു. ശിശു ഇളകും. രോമാഞ്ചം കൊണ്ട് കൊള്ള. ഗോലിയാത്തിനെ എറിയാൻ കല്ലുകൊണ്ട് കഥാരൂപത്തിൽ അവതരിപ്പിച്ചാൽ ശിശു ഇളകും. ലേഖനത്തിൽ നിന്ന് കൊണ്ടുവന്ന് അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന പോലെ ചിലർ ഉറങ്ങി തുടങ്ങി. കാര്യം കഥ കേൾക്കാൻ. കഥയല്ല ഇത് കഥയല്ല. ശിശുവിനിഷ്ടം കഥ കേൾക്കാനാ പ്രിയരെ. എസ്തേറിനെ കുളിപ്പിച്ച കഥ. ഒത്തിരി കഥകളുണ്ട്. കഥാരൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കാം. ഞാനതിനെ തെറ്റായിട്ട് പറയുമല്ല. കഥ കേൾക്കുന്ന ഏറ്റവും ഇഷ്ടം ശിശുവിന്. കട്ടിയായതിലോട്ട് പോകാൻ താല്പര്യമില്ല. ശിശുവിന് കട്ടിയായ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ശിശുവിന് അടുത്ത സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവൻ്റെ തീരുമാനം എല്ലാം വല്ലോനും കയറി എടുക്കണം. മനസ്സിലായില്ല? അവന് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. അവൻ്റെ തീരുമാനം വല്ലോനും എടുക്കുന്നു. സ്തോത്രം. ഇപ്പോൾ അറിയാം ഞാൻ ഏത് വിഭാഗത്തിലാണ് പെട്ടേക്കുന്നത്. ശിശുവിന് എൻ്റെ അച്ഛാ ഇപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഏതെങ്കിലും അച്ഛൻ്റെ മോനെ അച്ഛൻ വിടുവോ? വിടത്തില്ല. കാര്യം ശിശു ആയതുകൊണ്ടാണ്. ആരെങ്കിലുമൊക്കെ പിടിച്ചാലേ അവന് നടക്കാൻ പറ്റും. ഞായറാഴ്ച പാസ്റ്റർ പിടിക്കണം, ഇട ദിവസങ്ങളിൽ പ്രവാചകന്മാർ പിടിക്കണം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയാലേ ശിശുവിന് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വന്തമായ ഒരു യാത്ര നടക്കത്തില്ല. ആര് വിരട്ടിയാലും വരുള്ളൂ. മനസ്സിലാകുന്നില്ല. ആർക്ക് വേണേലും പേടിപ്പിക്കാം. സ്തോത്രം. ഈ തലമുറയെ കുറെ ശിശുക്കളെ ഉണ്ടാക്കാനല്ല, ശിശുവിനെ നിർമ്മിക്കാനല്ല കർത്താവിൻ്റെ താല്പര്യം. ക്രിസ്തുവിൽ തികഞ്ഞ, ആർക്കും പേടിപ്പിക്കാൻ പറ്റാത്ത, സ്തോത്രം. എടാ പിശാചേ പോടാ, നിന്റെ വിളച്ചിലും നിന്റെ കയ്യിലിരുന്നാ മതി, നിനക്ക് എന്നെ പേരിട്ടാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചിലർ പറയാൻ ഇപ്പോൾ തന്നെ തയ്യാറാകുക. നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങൾ ഇപ്പോൾ തന്നെ പറയാൻ റെഡിയാകുക. എടാ നടക്കത്തില്ല. വേറൊരാൾ വന്ന് പറയാനല്ല. നിന്റെ തീരുമാനം വേറൊരാളല്ല എടുക്കേണ്ടത്. നിന്റെ തീരുമാനം നിന്നെ കൊണ്ട് എടുപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിന്റെ തീരുമാനത്തെ നീ എടുക്കണമെന്ന് പരിശുദ്ധാത്മാവിന് താല്പര്യമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എന്നോട് കർത്താവ് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഈ നൽകപ്പെട്ട ദൈവിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ചിലര് തങ്ങളുടെ ഭാവിക്ക് നേരെ നോക്കി കാര്യം വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. തങ്ങളുടെ ഭാവിക്ക് നേരെ നോക്കി കാര്യം വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ആര് വേണേലും പേടിപ്പിക്കാം. വളരാൻ കഴിയാത്ത അവസ്ഥ. വല്ലവരും കൊണ്ടുപോയാലേ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. ആരെങ്കിലുമൊക്കെ പ്രസംഗിച്ചാലേ ബൈബിൾ മനസ്സിലാകത്തുള്ളൂ. അവർ സ്വന്തമായിട്ട് വായിച്ചിട്ട് ഇതിനകത്തൊന്നും ഒന്നും പിടികിട്ടുന്നില്ല. കാര്യം ഇത് ശൈശവത്വമാണ് പ്രിയരെ. ഈ ശൈശവത്വം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഈ ശൈശവത്വം ജഡീകത്വമാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ശൈശവത്വം ജഡീകന് തുല്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ ശൈശവത്വത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്ഥിരമായി 10-20 വർഷമായി ഇതിനകത്ത് വന്നിട്ട് ഇപ്പോഴും സങ്കീർത്തനം മാത്രമേ അറിയത്തുള്ളെങ്കിൽ ആ കൂട് പൊളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചിലതിൻ്റെ മേൽ പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പരിശുദ്ധാത്മാവ് പകർന്നു തരാൻ താല്പര്യമുണ്ട്. ഈ തലമുറയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവദൂതുകൾ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ദൈവദൂതുകൾ ചിലർക്ക് വെളിപ്പെടുത്തി തരുവാൻ. ഓ സ്തോത്രം, 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 സ്തോത്രം. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും കരങ്ങൾ അടിച്ച് ആ മേഖലയിലേക്കൊന്ന് പ്രവേശിക്കാൻ തയ്യാറെടുക്കുക.
ബുദ്ധിയിലല്ല ദൈവവചനത്തെ നിങ്ങൾ പിടിക്കേണ്ടത്. ദൈവവചനത്തെ ബുദ്ധിയിലല്ല, കുറെ ആശയങ്ങളുടെ പുറകിലല്ല, കുറെ ഏതെങ്കിലും ഐഡിയയുടെ പുറത്തല്ല, എക്സ്പീരിയൻസിലല്ല. ഓരോ തലമുറയ്ക്കും ദൈവം ആഗ്രഹിക്കുന്ന ദൈവദൂത്, ഓരോ തലമുറയിലും ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക ദൂതുകളെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഇത് വാങ്ങണം. അതൊരു പുരുഷന്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ശൈശവത്വം, കർത്താവിൻ്റെ വചനത്തിൽ കയറി പോകാൻ പറ്റാത്ത അവസ്ഥ, അതിൻ്റെ അടുത്ത ലെവലിലോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ. നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ല. ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് 2 പ്രാവശ്യം എടുത്ത് ചോദിച്ചാൽ നീതിമാനാണെന്ന് ചോദിച്ചാൽ അന്നേരം കൈതാത്തിടും. സ്തോത്രം. എൻ്റെ പ്രിയരെ, പുതിയ നിയമത്തിൽ കർത്താവിന് കുറേ നീതിമാന്മാരെ വേണം. ആ നീതി എന്തേലും പ്രവൃത്തി ചെയ്തുകൊണ്ടുള്ള നീതിയല്ല, വിശ്വസിക്കുന്നവരുടെ മേൽ ഇട്ടുകൊടുക്കുന്ന നീതിയാണ്. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നോ? വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നീതിമാനാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ നീതിമാനാണ്. ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാണ്. സ്തോത്രം. യെശയ്യാവ് 53:11 വാക്യം എടുത്താട്ടെ. യെശയ്യാവ് 53:11 വാക്യം. അവൻ തന്റെ പ്രയത്നഫലം കണ്ട്, കേട്ടോണം, യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിൽ ഒരു പ്രവചനം. ഈ പ്രവചനം യേശുവിൻ്റെ ക്രൂശീകരണം, ജനനം. യെശയ്യാവിൻ്റെ പ്രവചനത്തിനകത്ത് യേശുവിൻ്റെ ക്രൂശീകരണം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. അടുത്തത് ആ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമുള്ള റിസൾട്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും. യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ റിസൾട്ടാണ് നീതിമാന്മാരുണ്ടാകുന്നത്. ഓക്കെ, ഇത് ഉണ്ടായാലുള്ള ഗുണമാണ് ഇനി ഞാൻ പറയാൻ വരുന്നത്. ആദ്യം ഇതാണോന്ന് തെളിയിച്ചിട്ട് മതി. ഉണ്ടായാലുള്ള ഗുണം, യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ റിസൾട്ടാണ് നീതിമാന്മാരായി മാറുന്നത്. നാം ചെയ്ത പ്രവൃത്തി അല്ല നാം നീതിമാന്മാരാകുന്നത്, യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ റിസൾട്ട്. ഹല്ലേലൂയ. ഇനി നമ്മൾ എടുത്ത വാക്യത്തിലോട്ട് വരികയാണ്. റോമാലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ, ഓക്കെ കേട്ടോണം, ഒരുത്തൻ്റെ അനുസരണക്കേടാണ് മാനവകുലം മൊത്തം പാപിയായെന്ന് നമ്മൾ വിശ്വസിക്കുന്നല്ലോ. അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. അത് വിശ്വസിക്കാത്ത ആരുമില്ലല്ലോ. ആദാമാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞു, സത്യത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ആദാമിനിട്ടൊരു അടി കൊടുക്കുമെന്ന്. കാരണം ഈ കുഴപ്പമെല്ലാം ഇദ്ദേഹമാണ് കാണിച്ചു കൂട്ടിയത്. പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യം, ആദാമേ നീ കുഴപ്പം കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് നല്ലൊരു രക്ഷകനെ കിട്ടിയത്. നിന്റെ ചുവട് തെറ്റിയത് കൊണ്ട് ആദാമേ എനിക്ക് നല്ലൊരു രക്ഷകനെ കിട്ടിയത്. അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എനിക്ക് നല്ലൊരു രക്ഷകനെ കിട്ടിയത് ആദാമിൻ്റെ വീഴ്ചയാണ്. ഓക്കെ, ആദാം എന്ന മനുഷ്യനിൽ പാപം കലർത്തി സകലരെയും പാപിയാക്കി. ദൈവം യേശു എന്ന നീതിമാനിൽ നീതി കലർത്തി സകലരെയും നീതിമാന്മാരാക്കി. ഒന്നുകൂടെ ആവർത്തിക്കാം. നമുക്ക് ഇതിനുണ്ട് ഏതാണ് കൂടുതൽ വിശ്വാസം? നമ്മൾ പാപിയായത് ആദാമാണെന്നില്ലയോ കൂടുതൽ വിശ്വാസം? ഞാൻ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കണം. യേശു കാരണം സകലരും നീതിമാന്മാരായി. ഓക്കെ, ആദാം മണ്ണിൽ നിന്ന് പുറത്തു വന്നവനാണ്. മണ്ണിൽ നിന്ന് പുറത്തു വന്നവന് സകലരെയും പാപിയാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, യേശു വിണ്ണിൽ നിന്ന് വന്നവനാണ്. മണ്ണിൽ നിന്ന് വന്നവന് സകലരെയും പാപിയാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ, വിണ്ണിൽ നിന്ന് വന്നവന് എത്രയധികം മനസ്സിലാകണം. ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ രക്ഷകൻ്റെ കാര്യമാണ്.
മണ്ണിൽ നിന്നെടുത്ത ആദാമിന് സകലരെയും പാപിയാക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ വിണ്ണിൽ നിന്ന് പുറത്തു വന്ന യേശുവിനെ എന്തുകൊണ്ട് സകലരെയും നീതിമാന്മാരാക്കി കൂടാ? നിങ്ങൾക്ക് മനസ്സിലായില്ല. മണ്ണിൽ നിന്ന് പുറത്തു വന്നവൻ സകലരെയും പാപിയാക്കി പാപം സ്വാധീനിച്ചുവെങ്കിൽ വിണ്ണിൽ നിന്ന് വന്ന് യേശുവിന് സകലരെയും നീതിമാന്മാരാക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം നീതീകരിച്ചവനെ പറ, മനസ്സിലായില്ല. ദൈവം നീതീകരിച്ചവനെ, റോമാലേഖനം 8:33 വാക്യമാണ്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? എന്നുവെച്ചാൽ ദൈവം ഒരുത്തനെ നീതീകരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് ഏറ്റവും ചെയ്യാവുന്നത് വെച്ച് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത് ഒരു മനുഷ്യനെ അവൻ യേശുവിനെ വിശ്വസിക്കുന്ന നിമിഷം തന്നെ അവനെ നീതിമാനാക്കി മാറ്റും. ഇത് നമ്മുടെ ചിന്തയിൽ ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പിശാച് സമ്മതിക്കില്ല. നമ്മുടെ പിശാചിൻ്റെ ഏറ്റവും വലിയ യുദ്ധം വെളിയിൽ ഏതെങ്കിലും മന്ത്രവാദം ചെയ്തുകൊണ്ടല്ല, ഈ മൈൻഡിലാണ് അവൻ കയറിയിരിക്കുന്നത്. ഇവൻ സമ്മതിക്കത്തില്ല, ഇവൻ നീതിമാനാന്ന് സമ്മതിക്കത്തില്ല. ലോകം മൊത്തം കുറ്റവാളി എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസിനെയാണ് ദൈവം നീതീകരിച്ച് നിർത്തുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, ദൈവം നീതീകരിച്ചതിനെ ആർക്ക് കുറ്റം ചുമത്താൻ പറ്റും? ഓക്കെ, എൻ്റെ ദൈവം ഒരിക്കലും വ്യക്തികളെ കുറ്റം വിധിക്കുന്ന ആളല്ല. കുറ്റം വിധിക്കുന്നത്, കുറ്റം പറയുന്നത് 100% മറ്റേ ഏജന്റാണ്. സ്തോത്രം. ഒരു വ്യക്തിയുടെ കുറ്റം പ്രചരിപ്പിക്കുന്നെങ്കിൽ 100% ആളും മറ്റേ ഏജന്റാണ്. അന്യഭാഷ പറയും, പിന്നെ ഇരുന്ന് തുള്ളും, ദേഹം പെരുപ്പിക്കും, എല്ലാം കറക്റ്റാണ്. പ്രചരിപ്പിക്കുന്നത് കുറ്റമാണെങ്കിൽ ആൾ ഏജന്റ് വേറെയാണ്, മറ്റേ ആളിൻ്റെ ഏജന്റാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ആഭ്യം വരത്തില്ല. ഇത് നമുക്ക് സുഖം ഉണ്ടാക്കുന്ന കാര്യം എനിക്കറിയാം. ഇത് എനിക്കറിയത്തില്ല. എനിക്ക് സുഖം ഉണ്ടാക്കുന്ന ദൂതുകളെ എനിക്കറിയത്തില്ല. എനിക്കിതെല്ലാവരും മനസ്സിലാകുന്ന രീതിയിൽ പെതുക്കെ പറയാനേ അറിയത്തുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് വേറൊരു കൃപയുടെ കിട്ടാൻ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, യേശുവിൻ്റെ അടുത്ത് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് വെച്ചാൽ നാട്ടുകാർ മൊത്തം കുറ്റം വിധിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. യേശുവിന് ഒരിക്കലും സ്വയം നീതിക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. സ്വയനീതിക്കാർക്ക് സ്വർഗത്തിലോട്ട് പ്രവേശനമില്ല. ഏത് മഹാഭാവിക്ക് മുന്നിൽ സ്വർഗം തുറന്നു കൊടുക്കുന്നു. എന്നുവെച്ചാൽ എൻ്റെ വർക്ക് കൊണ്ടും ഞാൻ ഇതുവരെയും പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ അറിയപ്പെടുന്ന പാപങ്ങളിൽ പോയി വീണിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയനീതിയിൽ ആശ്രയിക്കുന്ന കുറേ ഗ്രൂപ്പുണ്ട്. അവരുടെ മുന്നിൽ സ്വർഗം തുറന്നു കൊടുക്കില്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വചനത്തിൽ നിന്ന് തെളിവ് വെച്ച് എനിക്ക് പറയാം. സ്വയനീതി. 2 പേര് ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ലൂക്കോസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 18. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും. 2 പ്രാർത്ഥന. പരീശൻ വന്നിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചിലരുടെ പ്രാർത്ഥന പോലൊക്കെ ഒക്കും. ഇദ്ദേഹം വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കുന്നു, എല്ലാത്തിനും ദശാംശം കവറിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതങ്ങ് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതിയായിരുന്നവന്. ഞാൻ വിട്ടില്ല. അവൻ പറഞ്ഞു, ദണ്ട് ഈ നിൽക്കുന്ന യവൻ്റെ കൂട്ടല്ല ഞാൻ. നീ അവനെ കണ്ടോ? എടാ, നിന്റെ കാര്യം പറഞ്ഞിട്ട് നീ പോയാൽ പോരായിരുന്നു. നിന്ന് പറയും, യവനെ പോലെ അല്ല ഞാൻ വേറെ നീതിമാനാണെന്ന്. നിങ്ങൾക്കറിയാമോ, ആ ഭാഗം 18-ാം അധ്യായം അത് പെട്ടെന്ന് എടുത്തിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഈ ചുങ്കക്കാരൻ എങ്ങനെ വീട്ടിൽ പോയെന്ന് കേട്ടോണം. യവൻ വന്നിട്ടൊരു പ്രാർത്ഥന, യവന് പ്രാർത്ഥിക്കാൻ യവൻ്റെ അത്രയും ദശാംശം കൊടുപ്പും യവൻ്റെ അത്രയും ഉപവാസമൊന്നുമില്ല. യവൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, സ്വർഗത്തോട് പോലും നോക്കാൻ എനിക്ക് പറ്റത്തില്ല, നെഞ്ചത്തോട്ട് ഒറ്റയടി. സ്വർഗം ആരുടെ കൂടെ നിന്നെന്നറിയാം? യവൻ്റെ കൂടെ കയറി നിന്നു.